നമ്മുടെ പൂർവികർ ഇത്തരം പദാർത്ഥങ്ങൾ വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്നെങ്കിലും അത് വളരെ ചെറിയ തോതിലായിരുന്നു. എന്നാൽ ഇന്ന് പലതരം പദാർത്ഥങ്ങൾ നിലവിൽ വരികയും എളുപ്പമുള്ള ലഭ്യത ഉണ്ടാകുകയും ചെയ്തപ്പോൾ ഒരുപാട് പേർ നിരന്തരം ഇത്തരം പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും വലിയ തോതിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നതായ ഉള്ള ഒരു അവസ്ഥ നമുക്കുണ്ട്. ഇത് ഉപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല, അയാളുടെ കുടുംബത്തെയും അതുവഴി സമൂഹത്തെയൊക്കെ ബാധിക്കുന്നത് കൊണ്ട് കൂടുതൽ വ്യക്തികൾ ഇതിന് അടിമപ്പെട്ടാൽ ഇതൊരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറും. ഇത് മനസ്സിലാക്കി 1987 മുതൽ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ജൂൺ 26 എന്ന ദിവസം ഇൻ്റർനാഷണൽ ഡേ അഗൈൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ട്രാഫിക്കിംഗ് ആയി ആചരിച്ചു വരുന്നു. ഇത് പ്രകാരം നമുക്ക് ചെയ്യാവുന്ന ചില പ്രവൃത്തികളുണ്ട്. ഒന്ന്, പദാർത്ഥ ഉപയോഗം ഉള്ള വ്യക്തികളും അവരുടെ കുടുംബത്തെയും നമ്മൾ വിവേചനപരമായി കാണുകയും അവരെ മാറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ആഘാതം എത്ര വലുതാണെന്നുള്ള ബോധവൽക്കരണം നടത്തുക. എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് മുതലായ മാരക രോഗങ്ങൾ ഇത്തരക്കാർക്ക് വരാനുള്ള സാധ്യത എത്രത്തോളം കൂടുതലാണെന്നും അതെങ്ങനെ പ്രതിരോധിക്കാമെന്നും ഉള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തുക. ഇതിൻ്റെ ചികിത്സാ രീതികൾ എപ്രകാരമാണെന്നുള്ള ബോധവൽക്കരണം നടത്തുക. അതുപോലെ യുവജനങ്ങൾക്കിടയിൽ ഇത്തരം പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ദോഷവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതുമാത്രമല്ല, ഇത് പ്രതിരോധിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അവബോധം നൽകുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ.